നമസ്കാരം. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ദിവസത്തെ റാലിക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. പ്രധാനമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. നിഫ്റ്റി ഏതാണ്ട് 0.5%, 25,517 സെൻസെക്സ് 83,606 ക്ലോസ് ചെയ്തത്. എങ്കിൽ പോലും 83,600 മുകളിലും 25,500 മുകളിലും നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് ആ പോസിറ്റീവ് സെന്റിമെന്റ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷന് അയവുണ്ടായതും അതുപോലെ ട്രേഡ് ഡീൽ ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായില്ല. മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ തന്നെ നിന്നു. ജൂലൈ 9 ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതിന്റെ ഡേറ്റിന് മുമ്പ് താരിഫ് ചർച്ചകളിൽ പുരോഗതി ഉണ്ടാവുകയോ സെറ്റിൽമെന്റ് നടത്തുകയോ ചെയ്താൽ ഇനി താരിഫ് മുൻപറഞ്ഞതുപോലെ ചുമത്തില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്സ് ആണ് 2% മുകളിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് IPO ഉൾപ്പെടെ അല്ലെങ്കിൽ ഓഹരി വിൽപ്പനയുടെയോ തങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വാങ്ങാൻ ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയതാണ് ഈ പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി ഉയരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മിക്സഡായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് മിക്സഡായിട്ടാണ്. US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ 4 മണിക്ക് IIP ഡേറ്റ പുറത്തു വന്നിരുന്നു. IIP ഡേറ്റ കഴിഞ്ഞ മാസത്തെ മോശമായ ഡേറ്റയാണ് വന്നേക്കുന്നത്. 2.7 ഉണ്ടായത് ഇപ്പോൾ 1.2 ആണ്. ഇപ്പോൾ ഇത് 8 മാസത്തെ താഴ്ന്ന നിലയിലാണ് IIP ഡേറ്റ ഇപ്പോൾ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ നിഫ്റ്റി കഴിഞ്ഞ 2025 ആദ്യത്തെ 6 മാസത്തിൽ ഏതാണ്ട് 8.4% റിട്ടേൺ കൊടുത്തു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിഫ്റ്റി 8.4%, നിഫ്റ്റി ബാങ്ക് 13%, നിഫ്റ്റി മിഡ് ക്യാപ്പ് 4%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1% റിട്ടേൺ നൽകിയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.